ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചി കുണ്ടന്നൂരിൽ മീനുകൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മത്സ്യകർഷകരുടെയും കുഫോസ് അധികൃതരുടെയും യോഗം വിളിച്ച് മരട് നഗരസഭ. 1/2 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പെരിയാർ മത്സ്യക്കുരുതിയിൽ വകുപ്പുകൾ തമ്മിലുള്ള ഭിന്നത ഒഴിവാക്കണമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടുകളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. എറണാകുളം കുണ്ടന്നൂർ പുഴയിൽ ഇന്നലെ രാവിലെ മുതലാണ് മീനുകൾ ചത്തുപൊങ്ങിയത്. 8 മത്സ്യകർഷകരുടെ കൂടുകളിലെ മുഴുവൻ മീനുകളും ചത്തു. 1/2 കോടി രൂപയിലേറെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. മത്സ്യക്കുരുതിയുടെ കാരണം വ്യക്തമാകണമെങ്കിൽ കുഫോസിന്റെ പഠന റിപ്പോർട്ട് പുറത്തുവരണം. ഇത് ഉണ്ടായിട്ടുള്ളത് നാളുകളിൽ ഉണ്ടാകാതിരിക്കുന്നതിനെ കുറിച്ച് വളരെ ശക്തമായ ഒരു പഠനം. കാരണം ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ പെരിയാറി കണ്ടെക്കുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇവിടെ കാണാൻ സാധിക്കില്ല. കാരണം തൊട്ടടുത്ത് ഫാക്ടറികളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടായിട്ടുള്ള മാറ്റമാണോ മഴയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണോ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച്, കാരണം ഇത് വരാതിരിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കൂടുതൽ സ്ഥലങ്ങളിൽ മീനുകൾ ചത്തുപൊങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. അതേസമയം പെരിയാർ വിഷയത്തിൽ ഒരു പഠന റിപ്പോർട്ടും സർക്കാരിന് ലഭിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ റിപ്പോർട്ട് സബ് കളക്ടർ കളക്ടർ വഴി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. സവിശേഷ വൈദഗ്ധ്യമുള്ള ആളുകളുടെ റിപ്പോർട്ടുകൾ ആധാരമാക്കിക്കൊണ്ട് അതിൽ പ്രകടമായ വൈരുദ്ധ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായ അന്വേഷണം വേണമെങ്കിൽ അതിനും സർക്കാർ തയ്യാറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മത്സ്യക്കുരുതിയിൽ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള പരസ്പര യുദ്ധം ഇനി വേണ്ടെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി. വസ്തുതകൾ മാത്രം നൽകി കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കാനും നിർദ്ദേശം. റിപ്പോർട്ടുകളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. 24 കൊച്ചി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.